നമസ്കാരം സുഹൃത്തുക്കളെ. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ, ഞാനിപ്പം മാനത്ത് വലിഞ്ഞു കയറും. എന്താണെന്ന് ചോദിക്കേ. ആട്ടനെ ആനക്കൊമ്പിന്റെ ആട്ടുതൊട്ടിലേക്കെടുത്തി ആട്ടിക്കൊണ്ടിരുന്നവർക്ക് എട്ടിന്റെ പണിയും ആട്ടും തുപ്പും ആട്ടനായിട്ട് മേടിച്ചു കൊടുത്ത ഇന്നത്തെ ദിവസം അവർക്ക് തനി നിറം എന്താണെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് അബ്രാം ഖുറേഷിയുടെ അവതാര രഹസ്യത്തിന്റെ വിശ്വരൂപ ദർശനം നൽകി നേർവഴിക്ക് നയിച്ച ഇന്നത്തെ ദിവസം കേരളത്തിലെ ഓരോ ദേശീയവാദിക്കും രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാവേണ്ടതാണ്. ഇനി ഏതായാലും വിശ്വശാന്തിയുടെ ബക്കറ്റിലെ ആ കുമ്മായ കുഴമ്പുകൊണ്ടൊന്നും ആട്ടനെ വെളുപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ആട്ടനായിട്ട് സ്വന്തം മനസ്സറിഞ്ഞ് പശ്ചാത്തപിക്കണം. പിന്നെ സുപ്രിയ മേനോന്റെ താന്തോന്നിയും തന്റെയും ധിക്കാരിയുമായ ഭർത്താവുണ്ടല്ലോ, ആ സുകുമാരപുത്രൻ അല്ല സുകുമാരപുത്രൻ, അയാളാണ് സ്ക്രിപ്റ്റ് തിരുത്തിയത്, ആട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പക്ഷമെങ്കിൽ അത് ആട്ടനും പിന്നെ ബുദ്ധി കൊണ്ട് തല നിറഞ്ഞിട്ട് തല തൊപ്പി കൊണ്ട് മറച്ചു നടക്കുന്ന ഗോപിപുത്രനായ മുരളിയും അത് പറയണം. അല്ലാതെ ആട്ടന്റെ ചുറ്റും നിൽക്കുന്നവർ എന്തു പറഞ്ഞിട്ടും ഇനി വെളുപ്പിക്കാൻ നോക്കണ്ട. നമ്മുടെ രാഷ്ട്രത്തിന്റെ ആത്മാവായ രാമൻ അയോധ്യയിലേക്ക് എഴുന്നള്ളുന്ന ദിവസം, നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുന്നള്ളുന്ന ആ ദിവസം, പ്രാണപ്രതിഷ്ഠയുടെ ആ ദിവസം, സ്വന്തം അമ്മ പഠിപ്പിച്ചു കൊടുത്ത രാമനാമം പോലും ഉച്ചരിക്കാൻ അല്ലെങ്കിൽ ഈ സമൂഹത്തിന് ഒരു പിന്തുണയായിക്കൊണ്ട് രാമ എന്ന് രണ്ടക്ഷരം എഴുതി വെക്കാൻ പറ്റാത്ത ആ മനുഷ്യനെ പോട്ടെ എന്ന് വെച്ചിട്ട് കുറെ പേര് പിന്നെയും ആട്ടാൻ പോയിരുന്നു. അവർക്കെന്തായാലും തനി നിറം ബോധ്യപ്പെടുത്തി കൊടുത്തല്ലോ, അതിന് വലിയ നന്ദി. എന്തായാലും ഈ സിനിമ ഒരു വലിയ കാര്യമാണ് ചെയ്യുന്നത്. എന്താണ് അന്ന് സംഭവിച്ചത് എന്നുള്ളത് പുതിയ തലമുറയ്ക്ക്, ഈ കാണുന്നവർക്കൊക്കെയും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അന്ന് ഗോധ്രയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് വീണ്ടും വീണ്ടും പറയാൻ പറ്റുന്നുണ്ട്. കുറെ പേര് ഇത് എഴുതിയും പറഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും എൻ്റെ ഭാഗം നിർവഹിക്കട്ടെ. ഈ കാണാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഗോധ്രയിൽ ആ തീവണ്ടി സ്വയം തീവച്ച് ആത്മഹത്യ ചെയ്തതല്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഗോധ്രയിൽ വാരാണസി അഹമ്മദാബാദ് സബർമതി എക്സ്പ്രസ് ആത്മഹത്യ ചെയ്തതല്ല. 2000 പേർ അടങ്ങുന്ന സമാധാന മതക്കാർ അത് തീവച്ചു. 2002 ഫെബ്രുവരി 27 അയോധ്യയിൽ നിന്നും മടങ്ങുന്ന തീർത്ഥാടകരും കർസേവകരുമായ 59 പേർ വെന്തു മരിച്ചു. VHP സംഘടിപ്പിച്ച പൂർണാഹുതി മഹായജ്ഞത്തിൽ പങ്കെടുക്കാനാണ് തീർത്ഥാടകർ അയോധ്യയിൽ പോയത്. ഫെബ്രുവരി 25 1700 പേർ അഹമ്മദാബാദിലേക്കുള്ള സബർമതി എക്സ്പ്രസിൽ കയറി. 4 മണിക്കൂർ വൈകി രാവിലെ 7:43 ഗോധ്രയിലെത്തി. ട്രെയിൻ പ്ലാറ്റ്ഫോം വിടുമ്പോൾ ആരോ എമർജൻസി ബ്രേക്ക് വലിച്ചു. ട്രെയിൻ സിഗ്നൽ പോയിന്റിൽ നിന്നു. ബ്രേക്ക് പലതവണ വലിച്ചെന്ന് എഞ്ചിൻ ഡ്രൈവർ മൊഴി നൽകി. 2000 പേർ അടങ്ങുന്ന ജിഹാദി സംഘം ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞു. 4 കോച്ചുകൾക്ക് തീവച്ചു. കൊല്ലപ്പെട്ട 59 പേരിൽ 27 സ്ത്രീകളും 10 കുട്ടികളും ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് നേരെയായിരുന്നു ആക്രമണം. ഗോധ്രയിൽ എത്തുന്നതിന് മുൻപേ പെട്രോൾ മുക്കിയ തുണികൾ സംഘം കരുതിയിരുന്നു. സംഭവം അന്വേഷിച്ച നാനാവതി മേത്ത കമ്മീഷൻ ഇത് സമാധാന മതക്കാർ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് കണ്ടെത്തി. ഈ റിപ്പോർട്ട് തെളിവായി എടുത്ത് 31 സുടുക്കളെ കോടതി ശിക്ഷിച്ചു. ഹൈക്കോടതി അത് ശരിവെച്ചു. എന്നിട്ട് പിന്നീട് ഗുജറാത്ത് കലാപം, ഇതിനു ശേഷമുണ്ടായ ഗുജറാത്ത് കലാപത്തിൽ ശൂലം, ഭ്രൂണം, ഗർഭിണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുണ്ടാക്കാൻ ശ്രമിച്ചവർ, ഈ കലാപം ഉണ്ടാക്കിയവർ, ആ കലാപത്തെ പിന്തുണച്ചവർ ഒക്കെയും ഒരുപാട് ബഹളമുണ്ടാക്കി, ഒരുപാട് നിലവിളികൾ നമ്മൾ കേട്ടു. പക്ഷേ ഈ ശൂലവും ഭ്രൂണവും ഗർഭിണിയും ഒക്കെ ഉണ്ടായിരുന്നു. അത് 1921 ഖിലാഫത്തിലായിരുന്നു. അത് നാം മനസ്സിലാക്കണം. ആ ഖിലാഫത്തിലെ ആ പച്ചയ്ക്ക് ഒരു ഗർഭിണിയുടെ ആ വയറ് പിളർന്ന് കുഞ്ഞിനെ എടുത്ത ആ സംഭവത്തെ എടുത്ത് ഗുജറാത്തിലെ കലാപത്തിൽ കൊണ്ടുവച്ചുകൊണ്ടാണ് ഇവർ ഇരവാദമുണ്ടാക്കിയത്. എന്നിട്ട് ഇതിലൊക്കെയും മോദിജിയെ കുറ്റക്കാരനാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ കോൺഗ്രസിലെ അഹമ്മദ് പട്ടേൽ എത്രമാത്രം പൈസ ഓരോരുത്തർക്കും കൊടുത്തു എന്നുള്ളത് നമ്മൾ പിന്നീട് കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ കെട്ടിച്ചമയ്ക്കപ്പെട്ട ആ ഗുജറാത്ത് കലാപം, ഗോധ്രയിൽ തുടങ്ങുന്ന ആ ഗുജറാത്ത് കലാപം എങ്ങനെ ഗോധ്ര ആ തീവണ്ടിക്ക് തീ വെച്ചു എന്നുള്ളത് മറച്ചു വെക്കാൻ ഇനി രാജപ്പനോ മുരളി ഗോപിയോ മോഹൻലാലോ ആര് ശ്രമിച്ചാലും സത്യം ചരിത്രം പറയും. രാജപ്പനും മുരളി ഗോപിയും മോഹൻലാലും ഒക്കെ ശത്രുപക്ഷത്ത് തന്നെ നിൽക്കട്ടെ. ഏതായാലും
ഈ ചരിത്രം വീണ്ടും വീണ്ടും പറയാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നല്ലോ. വളരെ നന്ദി. എന്തായാലും JNUവിലും ലക്ഷദ്വീപിലും ഒക്കെ ഈ പൃഥ്വിരാജ് എന്ന മനുഷ്യൻ സപ്പോർട്ട് ചെയ്തത് രാഷ്ട്രവിരുദ്ധരെയാണ്. അയാൾ എപ്പോഴും ഫണ്ടിനു വേണ്ടി അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പെറ്റമ്മയും പിറന്ന നാടുമൊക്കെ അന്തസ്സുള്ളവർക്ക് ആണ് സ്വർഗമായിട്ടുള്ളത്. അല്ലാത്തവർക്ക് അതൊക്കെയും വിറ്റ് തിന്നേണ്ട വെറും പണ്ടങ്ങളോ അല്ലെങ്കിൽ അത് വെറും ചരക്കുകളോ മാത്രമാണ്. അതുകൊണ്ട് രാജപ്പൻ ആ പക്ഷത്ത് തന്നെ നിൽക്കട്ടെ. ആ പക്ഷത്തേക്ക് മാറുന്ന എല്ലാവരും അങ്ങോട്ടേക്ക് പോട്ടെ. പക്ഷെ രാഷ്ട്രത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ഹിന്ദുത്വം ഇവിടെ ബാക്കി ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അത് ഇനിയും ഇനിയും ചരിത്രം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് തുടരട്ടെ. നിങ്ങളിനി ഏത് പ്രിയദർശിനിയെ ഈ കസേരയിൽ കൊണ്ടുവന്ന് ഇരുത്തണം എന്ന് പറഞ്ഞാലും എല്ലാവർക്കും അത് മനസ്സിലാവും. നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാവും. എന്തായാലും ഇതൊരു ഡേർട്ടി ബിസിനസ് ആയിപ്പോയി. വളരെ മോശമായിപ്പോയി. രാഷ്ട്രായ സ്വാഹ ഇദം നമഃ.